എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എരിവും പുളിയും ചേർന്നിട്ടുള്ള അടിപൊളി പയറുകറിയാണ്. അപ്പോൾ ഈ നോയമ്പിൽ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇതിന് തോരനോ മെഴുക്കുരട്ടിയോ അങ്ങനെയൊന്നും വേണ്ട, പയർ മാത്രം മതി കേട്ടോ ഈ ഊണ് കഴിക്കാനായിട്ട്. ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് മെഴുക്കുരട്ടിയും ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കിയിട്ട് വരാം. അപ്പോൾ അതാ ഇതുപോലെ ഒരു കറി വയ്ക്കുന്ന മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വൻപയർ ഒരു 1.5 കപ്പ് ഒരു ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉപ്പിട്ട് പ്രഷർ കുക്കറിൽ ഒരു 5-6 വിസിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളയ്ക്കാൻ വിട്ട് കൊടുക്കാം. ഇതാ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയിൽ കുറച്ച് വെള്ളപ്പയർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ, പ്രഷർ കുക്കറിൽ വേവിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തെടുക്കണം. ആദ്യം തന്നെ ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി എന്തോരം വേണമെന്ന് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വറ്റിക്കണമെങ്കിൽ കുറച്ചൊരു വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് എടുക്കുന്നത്. കുറച്ച് ഗ്രേവിയോടും ചാറോടും കൂടിയിട്ടുള്ള പയർ കറി. അപ്പോൾ നമ്മുടെ ചോറ് കഴിക്കാനായിട്ട് അടിപൊളി കറിയാണ്. അപ്പോൾ ഈ നോമ്പിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പയർ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ശരി, പോയച്ച് വരാം.